വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ഹരിത രാഷ്ട്രീയത്തിൻ്റെ അമരത്തിരിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുയായികളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായ അംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തല നിവർത്തി നടക്കാൻ കഴിയാതെ തല നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കേരളക്കരയിൽ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി പറഞ്ഞത് ലീഗില്ലാത്ത പാർലമെന്റ് എന്നാണ്. എങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാത്ത പഞ്ചായത്ത് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. എല്ലാ സാഹചര്യങ്ങളും CPM-ന് അനുകൂലമായിരുന്നു. ഭരണം, പോലീസിൻ്റെ പട, കള്ളവോട്ട് ചേർക്കൽ, അതുപോലെ നോമിനേഷൻ ഇഷ്ടമുള്ളവരുടേത് സ്വീകരിക്കലും ഇഷ്ടമില്ലാത്തവരെ ഉദ്യോഗസ്ഥരെ കൊണ്ട് തള്ളിക്കലും, പല സ്ഥലങ്ങളിലും എതിരില്ലാതെ നമ്മുടെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കാരണം അവർ സുസമ്മതരായതുകൊണ്ടാണ്, നാട്ടിൽ വേണ്ടപ്പെട്ടവരായതുകൊണ്ട്. എന്നാൽ കണ്ണൂരിലും ആലപ്പുഴയിലും ഒരുപാട് മാർക്സിസ്റ്റുകാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ സുസമ്മതരായതുകൊണ്ടല്ല, എതിരായിട്ട് ആരെങ്കിലും നോമിനേഷൻ കൊടുത്താൽ അവൻ്റെ ഒടുക്കത്തെ കൊടുക്കലാകും. അതുകൊണ്ട് മാത്രം സുസമ്മതരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും ഇവർ പ്രയോഗിച്ചു. ഫലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ഉപ്പുവെച്ച കലം പോലെയായി ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതിന് കാരണം അവർ ഈ രാജ്യത്ത് ചെയ്തു പോന്ന നടപടിക്രമങ്ങളും പാർട്ടിയുടെ നിലപാടുകളുമാണ്. പോളിംഗ് സ്റ്റേഷനുകളിലൊക്കെ മര്യാദക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. കണ്ണൂരിലെ ഒരു ദിവസത്തെ ചിത്രം തന്നെ നമ്മൾ പത്രത്തിൽ കണ്ടു. SIയും പോലീസും കുറേ ആളുകൾ മുന്നിൽ, കുറേ പർദ്ദാധാരികളായ സഹോദരിമാർ, തൊട്ടു പിന്നിലും കുറേ പോലീസിന്റെ അകമ്പടിയോടുകൂടി ബൂത്തിലേക്ക് തിരിച്ചു വരികയാണ്. 12:30 വരെ CPM-ന്റെ വോട്ട് ചെയ്തു കഴിഞ്ഞ ശേഷം പിന്നെ അവരുണ്ടാക്കിയ ഭീകരാന്തരീക്ഷം കാരണം അങ്ങോട്ട് വോട്ട് ചെയ്യാൻ വരാതെ കഴിഞ്ഞപ്പോൾ കുറേ സഹോദരിമാർ വരുന്ന ചിത്രമാണ്, ഫോട്ടോയാണ് നമ്മൾ പത്രത്തിൽ കണ്ടത്. ആ ഫോട്ടോ കണ്ടാൽ തോന്നുക SIയും പോലീസൊക്കെ പുതിയണ്ണിൻ്റെ ഒപ്പം പോവുകയാണെന്ന് തോന്നുന്നു. അമ്മാതിരിയായിരുന്നു ആ ചിത്രം. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ കോട്ടക്കൊത്തളങ്ങളിൽ ബൂത്ത് ഏജന്റായി ഒരാൾ ഇരിക്കാൻ സമ്മതിക്കില്ല. എതിരായിട്ട് അവർക്കെതിരെ ശബ്ദിച്ചാൽ പിന്നെ അവർ വെച്ചേക്കില്ല. നമുക്കറിയാമല്ലോ, ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് മുസ്ലിം ലീഗിൽ നിന്ന് പോയി, ഒരു പ്രശ്നം ഉണ്ടായില്ല മരിക്കണവരെ. KT ജലീൽ ലീഗിൽ നിന്ന് പോയി, ഇപ്പോഴും ഹയാത്തിലുണ്ട്, ഒരു പ്രശ്നമില്ല. K കരുണാകരനും മുരളിയൊക്കെ കോൺഗ്രസിൽ നിന്ന് പോയി, ഒരു പ്രശ്നമില്ലാതെ എപ്പോഴും ജീവിച്ചിരിക്കുക. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട MP രാഘവന്റെ സ്ഥിതി അതാണോ? DYFI എത്ര കാലമായി ആ ചങ്ങായിയുടെ റോഹ് പിടിക്കാൻ നടക്കണ്? ആയുസിന്റെ നീട്ടം കൊണ്ട് നടക്കല്ലേ സാധു? എന്താ സംഭവം എന്ന് വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചാൽ പിന്നീട് അവർ ആ നാട്ടിൽ ആ പതാകയും ആ പാർട്ടി ഓഫീസ് ഒന്നും വെച്ചേക്കില്ല. സോഷ്യലിസ്റ്റ് ജനതയുടെ MLA ആയ പാനൂരിലെ MLA ഇന്ന് പോലീസ് കാവലിലാണ് അന്തിയുറങ്ങുന്നത്. എന്തുകൊണ്ടാണ്? പാണക്കാട്ടെ തങ്ങളെ പടയെ പേടിച്ചിട്ടല്ല, ഇവരുടെ റെഡ് വളണ്ടിയർമാരെ ഭയന്നിട്ട്. 6 പാർട്ടി ഓഫീസുകൾ തകർത്ത് തരിപ്പണമാക്കി. നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്രിസൈഡിംഗ് ഓഫീസറായ ഒരു അധ്യാപികയെയാണ് മുഖത്തടിച്ചത്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളുടെ സ്ഥിതി തന്നെ വളരെ ദയനീയമാണ്.